ഇത് ചാക്കാണ്, ചാക്കൊണ്ട് ഉണ്ടാക്കിയ ബാഗാണ്. ഇതെല്ലാം കട്ടിംഗ് വേസ്റ്റ് എന്ന് പറയുന്ന ബാഗ്സ് ആണ്. 10-20 വർഷം പഴക്കമുള്ള സാരിയാണ്. നമ്മളുടെ വീട്ടിൽ കിടക്കുന്ന പഴയ സാധനങ്ങൾ എവിടെയെങ്കിലും കെട്ടിക്കൊണ്ടുപോയി പുറത്ത് കളയാതെ അല്ലെങ്കിൽ കത്തിച്ച് കളയാതെയോ പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നവിടെ കൊടുന്നു കൊടുക്കുക. പക്ഷേ ആ നൈറ്റിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ബാഗിൻ്റെ യൂണിറ്റ് ആക്കി മാറ്റിയതിന്. ബാഗ് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ തുറന്ന് ഉപയോഗിക്കുകയും ചെയ്ത് ഇങ്ങനെ ഒരു പേഴ്സ് ആയിരിക്കും. ടൈലറിംഗ് ഷോപ്പിൽ ബാലൻസ് വരുന്ന മെറ്റീരിയൽ കളക്ട് ചെയ്ത് ഒരു സംരംഭം തുടങ്ങിയാൽ തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഫ്രണ്ട് സൈഡ്, അവിടെ സിബൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡ് ആണ്. ഇതിൽ ഫിഷും മീറ്റും കൂടെ വാങ്ങിക്കാം. ഇത് വാഷ് ചെയ്തിട്ട് ഫിഷും മീറ്റും വാങ്ങി ഉപയോഗിക്കാം. ചില സാരീസൊക്കെ കനം കുറവായിരിക്കും, പക്ഷെ ഭംഗി ഉണ്ടാവും. നമ്മൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാനും വളരെ രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞു കുഞ്ഞു ബാഗുകളാണ്. ഇത് എന്താ പറയുക, ആ സാരിയുടെ കസവ് ഭാഗം ഇവിടെ കറക്റ്റ് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റുകളാണിത്. അപ്പോൾ ചേച്ചി ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊരു സൂത്രം കാണിക്കാം. അതറിയണ്ടോ? ഇന്ന് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്? ഇതൊരു സാരിയാണ്, പുതിയ സാരിയല്ല, പഴയ സാരി. ഇങ്ങനെയുള്ള സാരി ഉപയോഗിച്ച് ഇതുപോലുള്ള അടിപൊളി ബാഗുകളൊക്കെ നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് അപ്സര സ്കിൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സാരി ഉപയോഗിച്ച് ഇങ്ങനെ കിടിലം ബാഗുകളൊക്കെ നിർമ്മിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നല്ല രസമുള്ള അടിപൊളി വീഡിയോ ആയിരിക്കും, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണണം. അപ്പോൾ നമ്മളിപ്പോൾ അപ്സര സ്കിൽ പാർക്കിനകത്താണ്. ഇതിനകത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ വിഷ്ണുപ്രിയ ചേച്ചി നമ്മുടെ ഇവിടെ ഉണ്ട്. ചേച്ചി നമസ്കാരം. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്? നമ്മളിവിടെ വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണിത്. മാനുഫാക്ചറിങ് കൂടാതെ വിപണനവും ഉണ്ട്, നമുക്ക് കൗണ്ടറും ഉണ്ട് വിൽപ്പന നടത്താനായിട്ടുള്ള. അപ്പോൾ ഇവിടെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടു. അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാരികളാണ്, നമ്മൾ ഉപയോഗിച്ച് പഴകിയിട്ടുള്ള ഒരുപാട് സാരികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ചേച്ചി ഇവിടെ ബാഗുകളൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. ഇതുപോലത്തെ ബാഗുകളാണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടല്ലോ ചേച്ചി. ഇതൊരു ഏകദേശം 10-20 വർഷം പഴക്കമുള്ള സാരിയാണ്. പക്ഷെ നമ്മൾ സാരി അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ അവിടെ ഇവിടെ മുഷിവ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അയൺ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്ടുകൾ, ഇപ്പം ഏറ്റവും ഭംഗി കൂടിയ പാർട്ട് ഇതെടുക്കുക, അതുപോലെ അടുത്ത ഈ ഭാഗങ്ങൾക്ക് വേറൊരു ഭംഗി കൂടുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പം ഇതൊരു സാരി ആയിരുന്നു. ഇത് എന്താ പറയുക, ആ സാരിയുടെ കസവ് ഭാഗം ഇവിടെ കറക്റ്റ് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് അതിനനുസരിച്ച് ലൈനിങ് കൊടുത്ത് പിന്നെ അതിന് ഹാൻഡിൽ നല്ല ഒന്നാന്തരം സിബ് എല്ലാം കൊടുക്കുമ്പോഴാണ് ഒരു നല്ലൊരു ബാഗായി മാറുന്നത്. നമുക്ക് കസ്റ്റമറുടെ അടുത്തേക്ക് കൊടുക്കാൻ നല്ലൊരു നമ്മൾ പറയുന്ന തുകയ്ക്ക് അനുസരിച്ച് ഒരു സാധനം ആവണമെങ്കിൽ അതിൻ്റെ അഡീഷണൽ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. ഒരു ബാഗ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അളവുണ്ടാവും. ഓരോ ബാഗിനും ഓരോ അളവുകളുണ്ട്. ഇത് 14 ഇഞ്ച് നീളവും 16 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കട്ടിംഗ് പീസ് ആവണം നമ്മൾ ഈ തുണിയിൽ എടുക്കേണ്ടത്. അതിനനുസരിച്ച് തന്നെ ലൈനിങ് കൊടുക്കണം. ചില സാരീസൊക്കെ കനം കുറവായിരിക്കും, സിൽക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് അഡീഷണലി നമ്മൾ കനം കൂടിയ മെറ്റീരിയൽ, ഇപ്പോൾ ഇതുപോലെയുള്ള കനം കൂടിയ മെറ്റീരിയലിന് മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാക്കുക ബാഗാക്കുക. അപ്പോൾ കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും. ചേച്ചി, നമ്മൾ ഈ സാരിയൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? പഴയ സാരികൾ വീട്ടമ്മമാരും പഴയ കാലത്തൊക്കെ, ഇപ്പം നൈറ്റി ആണെങ്കിലും പഴയ കാലത്തൊക്കെ സാരി ഉപയോഗിച്ചിരുന്നവർ ഇപ്പോഴും സാരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ ഇഷ്ടംപോലെ സാരീസ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കൗണ്ടറിൽ സെയിലിന് വെച്ച സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സമയത്ത് കൊടുത്തയക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ യാത്ര അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ തന്നു വിടും നമ്മുടെ അടുത്ത് സാരീസ്. ഇതൊക്കെ ഇപ്പോൾ ഒരു ടീച്ചർ അവർ ഉടുത്ത് മതിയായ ഒരു 10-20 സാരീസ് കൊടുത്തയച്ചതായിരുന്നു. അതിൽ പെടുന്നതാണ് ഈ സാരീസൊക്കെ. ഈ സാരി കൊടുക്കുമ്പോൾ പകരം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാവും, അത് എടുത്തോളം പറയും. അതൊരു റേഞ്ച് പറയും, നമ്മളൊരു ഇത്ര സാരികൾക്ക് ഇത്ര രൂപ. അപ്പോൾ ടീച്ചർ അതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എടുത്തോളൂ എന്ന് പറയുമ്പോൾ അവരെടുത്തിട്ട് പോകും. ശരിക്കും ഒരു ബാർട്ടർ സിസ്റ്റം പോലെ. തീർച്ചയായും അതാണ് ആ ഒരു കൾച്ചറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിൽ കിടക്കുന്ന പഴയ സാധനങ്ങൾ എവിടെയെങ്കിലും കെട്ടിക്കൊണ്ടുപോയി പുറത്ത് കളയാതെ അല്ലെങ്കിൽ കത്തിച്ച് കളയാതെയോ പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നവിടെ കൊടുന്നു കൊടുക്കുക. അവിടുന്ന് മറ്റൊരു ഉൽപ്പന്നം നമ്മൾ സംഭരിക്കുക. ആ ഒരു നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും കൂടെയാണ് ഈ പ്രൊജക്റ്റ് ആഗ്രഹിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു ഐഡിയ ആണ്. തീർച്ചയായും. ഇത് നമുക്കൊരു സർപ്ലസ് മെറ്റീരിയൽ, നമ്മൾ തുണികളൊക്കെ കൂടുതൽ എടുക്കാൻ പോകുമ്പോൾ അവിടെ പിൻ ചെയ്യുന്ന അവിടെ നമുക്ക് എന്താ പറയുക സർപ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും നമ്മുടെ അടുത്ത്. അപ്പോൾ ആ സർപ്ലസ് മെറ്റീരിയലിൻ്റെ മുകളിലാണ് ഈ സാരിയുടെ പീസ് വെച്ച് തയ്ക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ തിക്കായിട്ട് നിൽക്കും, കുറേ കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അഡീഷണലി ആവശ്യമുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനിങ് കൊടുക്കും. എത്രത്തോളം ഭംഗിയാക്കുന്നു അത്രയും മൂല്യം ആ ബാഗിന് കൂടുന്നുള്ളതാണ്. ഈ ബാഗിൽ കണ്ടോ, ഈ സ്ട്രാപ്പ് വേറെയാണ്, ബാഗിൻ്റെ സ്ട്രാപ്പ്. അപ്പോൾ അതിങ്ങനെ റോൾ രൂപത്തിൽ നമുക്ക് കിട്ടും. അതിന് ഏതാണോ നമുക്ക് മാച്ചിങ്, ഇപ്പോൾ ഇവിടെ 2-3 കളേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റ് കളേഴ്സ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ 3 കളേഴ്സ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ ഭംഗിയായി തോന്നിയത് യെല്ലോ കോൺട്രാസ്റ്റും ബ്ലൂ കോൺട്രാസ്റ്റുമാണ്.
അപ്പോൾ നമുക്ക് യെല്ലോ യൂസ് ചെയ്യാം. ഇതിൽ യെല്ലോ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് യെല്ലോ യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാഗ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സാരിൻ്റെ പീസ് പിന്നെ നേരെ വരുന്നത് സ്റ്റിച്ചിങ്ങിലേക്കാണ്. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ബാഗായി മാറും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചേച്ചിയുടെ പേരെന്തായിരുന്നു? രുക്മിണി ചേച്ചി ഇപ്പോൾ ഒരു ബാഗിൻ്റെ സിബാണ് അവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, നല്ല അടിപൊളിയായിട്ട് അവിടെ സിബൊക്കെ പിടിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ വർക്ക് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്താൽ നല്ല അടിപൊളി ബാഗായി മാറുന്നു. അപ്പോൾ നമ്മൾ സാരി ഉപയോഗിച്ചിട്ടുള്ള ബാഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സൈഡ്, അവിടെ സിബൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബാഗ് സെറ്റ് ആവും. ഈ ഒരു സാരിയിൽ നമുക്ക് മാക്സിമം 4 അല്ലെങ്കിൽ 5 12 വരെയൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. 12 ബാഗ് വരെയൊക്കെ ചില നല്ല മോഡൽ സാരി കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇവൺ ക്രാഫ്റ്റ് സാരീസ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാരീസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് ക്രാഫ്റ്റ് സാരീസാണ്. അപ്പോൾ റേഞ്ചൊക്കെ 8,000 10,000 റേഞ്ചിലുള്ള സാരീസൊക്കെ ആയിരിക്കും ക്രാഫ്റ്റ് സാരീസ്. പക്ഷേ ഹാൻഡ് വർക്കിന് വില കൂടുതലാണ്. അങ്ങനെയുള്ള സാരീസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റേറ്റും അതുപോലെ അതിൻ്റെ ഫുൾ അയണിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നല്ലോണം അത്യാവശ്യം കട്ടിങ് കിട്ടും നമുക്ക്. അപ്പോൾ അത് വെച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ബാഗിൻ്റെ സ്ട്രിങ് കാണിച്ചു. അതേപോലെ തന്നെ സിബ് വാങ്ങുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വാങ്ങാം. നല്ല ബ്രാൻഡ് വാങ്ങുക. 3, 5, 8 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സിബൊക്കെ കിട്ടുക. അതിനനുസരിച്ച് പുള്ളറുകളും ഒക്കെ നല്ല ബ്രാൻഡ് സാധനങ്ങൾ നോക്കി വാങ്ങിക്കണം. മുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു സാരി ഉപയോഗിച്ചത് നല്ല അടിപൊളി ഒരു ബാഗ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നല്ല ക്വാളിറ്റിയുള്ള സിബും അതുപോലെ അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞ് പൗച്ചും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ബാഗാണ്. അപ്പോൾ ചേച്ചി ഇതാണ് ഫൈനൽ. തീർച്ചയായിട്ടും നമുക്ക് ഈ സെറ്റ് തൂക്കിക്കൊണ്ട് നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഇന്ന് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്? നമ്മളൊരു മോഹവില പോലെയാണെന്ന് വെച്ചാൽ ഇത് ഈ സാരി തന്നെ ഒരു 12 വരെയൊക്കെ കിട്ടുള്ളൂ. ഒരു എണ്ണം 12, 11, 12. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടില്ല. അപ്പോൾ അത് ഭംഗിയുള്ള സാരിക്ക് അനുസരിച്ചിട്ട് റേറ്റുകൾ കൂടും. ഒരു 350 അങ്ങനെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നല്ല ക്വാളിറ്റി നല്ല ഭംഗിയുള്ള സാരീസൊക്കെ വരുമ്പോൾ 1000 റുപ്പീസ് വരെയൊക്കെ വില വരും. ഇത് നമ്മളൊരു ഷോൾഡർ ബാഗായിരുന്നു, വലിയ ഷോൾഡർ ബാഗാണ്. സമ്മേളനത്തിലൊക്കെ ആൾക്കാർ തൂക്കി കാണുന്നില്ലേ, അപ്പോൾ അതുപോലെയല്ല. അതിൻ്റെ കട്ടിങ് ഒരു കഷ്ണം ബാലൻസ് വരികയാണ്. ആ ബാലൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗ് ഇപ്പോൾ ചെയ്തത്. ഈ നേരത്തെ കാണിച്ച സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ഒരു കളർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ഭംഗിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് തൂക്കിയിട്ട് നടക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കുഞ്ഞ് ഷേപ്പുള്ള അടിപൊളി ബാഗ്. നമുക്ക് ഇവിടെ ബട്ടണാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാനും വളരെ രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞു കുഞ്ഞു ബാഗുകളാണ്. യൂണിസെക്സ് ബാഗുകൾ ഇപ്പം എല്ലാവരും ആ ഒരു ട്രെൻഡാണ്. ഇന്ന ബാഗ് ഇന്നവർക്കെന്നുള്ള ഇല്ല. ഇത് കണ്ടില്ലേ, കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് ഒരു നല്ലൊരു കിടിലൻ ബാഗാണ്. ഈ ബാഗുകളിലെല്ലാം ഒരു ഹുക്ക് പിടിപ്പിക്കുന്നത്, അതായത് ബട്ടൺ പിടിപ്പിക്കുന്ന പ്രോസസ്സാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ബാഗുകൾ ഇവിടെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല പഴയ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ബാഗുകളാണ്. സാരി ഉപയോഗിച്ച് നമ്മൾ ബാഗ് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് സാരി കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റ് ഭാഗങ്ങൾ വരും. ആ വേസ്റ്റ് ഭാഗങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ചുരിദാറാണ്, കോട്ടൺ ചുരിദാറിൻ്റെയാണ് കട്ടിങ്. അപ്പോൾ ഇത് വെച്ചിട്ട് അതുപോലെ ഇത് ബാഗ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പേഴ്സുകൾ ഉണ്ടാക്കുക. ഇത് കണ്ടോ, ഒരു കുഞ്ഞു മണി പേഴ്സുകൾ പല വലിപ്പത്തിലുള്ളത് ഉണ്ടാക്കാം. ബാഗ് ഇതിൻ്റെ കട്ടിങ് വേസ്റ്റ് എത്ര കിട്ടുന്നോ അതിനനുസരിച്ചിട്ടാണ് സൈസ് ഉണ്ടാക്കുക. അതിൽ പെൻസിൽ പൗച്ചസ് ഉണ്ടാക്കാം, കുഞ്ഞു മണി പേഴ്സസ് ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മളൊരു 50 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഈ ടൈലറിങ് ഷോപ്പിൽ ബാലൻസ് വരുന്ന മെറ്റീരിയൽ കളക്ട് ചെയ്ത് ഒരു സംരംഭം തുടങ്ങിയാൽ തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പേഴ്സ് മാത്രം ഉണ്ടാക്കി, ആയിരക്കണക്കിന് പേഴ്സ് മാത്രം ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കും സംരംഭകരാവാം. എല്ലാവർക്കും പുതിയ സംരംഭം തുടങ്ങാനുള്ള ഒരു അടിപൊളി വഴിയാണ് ചേച്ചി നമുക്ക് ഈ ഒരു വീഡിയോയുടെ തുറന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ബാഗെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് കണ്ടു. ഇത് വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം ഉണ്ടാക്കിയെടുത്ത ബാഗുകളാണ്. വളരെ രസമുള്ള ബാഗുകളുണ്ട്. എൻ്റെ ചുറ്റും നോക്കിയാൽ കാണാൻ ഒരുപാട് ബാഗുകളാണ്. ഇതൊരു സെയിൽ കൗണ്ടറാണ്, ചേച്ചിയുടെ ഓഫീസാണ്. അപ്പോൾ ഇതിൽ പല തരത്തിലും പല ഡിസൈനിലുള്ള ബാഗുകളുണ്ട്. ഇതൊരു പേഴ്സാണ്, കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുക. ഒരു 90 യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഞങ്ങൾക്ക് അത് ഫെയിലിയർ ആയിപ്പോയി. പക്ഷേ ആ 90യിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ബാഗിൻ്റെ യൂണിറ്റ് ആക്കി മാറ്റിയതിന് ഞങ്ങൾക്ക് ഒരു 90യിൽ നിന്ന് 3 ബാഗ് കിട്ടും നമുക്ക്. സാധാരണക്കാർക്ക് ഒരു കടയിൽ പോകുമ്പോൾ കയ്യിൽ ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോകാം. ഉദ്യോഗസ്ഥർക്കൊക്കെ ബാഗിൽ ഇത് വെച്ച് കൊണ്ടുപോകാം. വൈകുന്നേരം അവരുടെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ബാഗ് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ തുറന്ന് ഉപയോഗിക്കുകയും ചെയ്ത് ഇങ്ങനെ ഒരു പേഴ്സായിരിക്കും. ഇതും ഇങ്ങനെ എടുത്ത് ഇതിൽ ഫിഷും മീറ്റും കൂടെ വാങ്ങിക്കാം. ഇത് വാഷ് ചെയ്തിട്ട് ഫിഷും മീറ്റും വാങ്ങി ഉപയോഗിക്കാം. തുണി ലീക്കായി പോവില്ല. ഇത്ര വലിയൊരു ബാഗാണത്.
ആവശ്യം കഴിഞ്ഞാൽ ഈ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാം. എല്ലാം തുണി തന്നെയാണ്. ഇത് ടഫാട്ട എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. വെള്ളം ലീക്ക് ആവില്ല. ലീക്കാവില്ല. കുടയുടെ തുണിയാണ്. കുട കുറേ കാലം കഴിയുമ്പോൾ ചെതലെടുത്ത് പോകുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതും പോകും. ഇത് ചാക്കാണ്, ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ബാഗാണ്. പിന്നെ കൂടാതെ പല വെറൈറ്റി ലഞ്ച് ബാഗുകളുണ്ട്, ഷോൾഡർ ബാഗേഴ്സ് ഉണ്ട്, ഹാൻഡ് ബാഗ്സ് ഉണ്ട്. ഇതിൻ്റെ ഈ ബാഗ് എല്ലാം മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും കട്ടിങ് ബാലൻസ് വരും. ആ കട്ടിങ് ബാലൻസുകൾ കംപ്ലീറ്റും ഇതുപോലുള്ള ചെറു ബാഗുകൾ, അതുപോലെ പേഴ്സസ്, മൊബൈൽ പേഴ്സ്, പൗച്ചസ്, പല പല സാധനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് വീടുകളിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഔട്ട്ലെറ്റ് ആയിട്ടും കൂടെ ഇതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റോ മെറ്റീരിയൽ വേണം, എന്തെങ്കിലും സഹായം വേണം, എന്ത് വേണമെങ്കിലും എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഇതിലൂടെ. നമ്മൾ പല തരത്തിലുള്ള ബാഗിൻ്റെ മാനുഫാക്ചറിങ് ഇവിടെ ഉണ്ട്. ശരിക്കും ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ല, സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിറ്റാണ്. അതായത് ചേച്ചി ഈ സ്കില്ലെല്ലാം പഠിപ്പിച്ചു കൊടുക്കും സാധാരണക്കാർക്ക്. അവർക്കൊരു തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത്. ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് അപ്സര സ്കിൽ പാർക്കിൽ വന്നു. അതായത് വേസ്റ്റ് പ്രോഡക്ട്സിൽ നിന്ന് ബാഗ് ഉണ്ടാക്കാം, അതുപോലെ ഇതിൽ നല്ല ഭംഗിയുള്ള ബാഗുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ബാഗുകൾക്ക് വേണ്ടിയും ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടിയും ഇതുപോലെ ബിസിനസ്സുകൾക്ക് വേണ്ടിയും ചേച്ചിനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പഴയ ചുരിദാറിൻ്റെ പീസുകൾ നമ്മൾ ഇതുപോലെ കുഞ്ഞ് പേഴ്സ് ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റുകളാണിത്. അപ്പോൾ ചേച്ചി ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊരു സൂത്രം കാണിക്കാം. വേറെ ഉണ്ടോ? ഈ ഒരു ബാഗിൽ നിന്ന് വേസ്റ്റ് വന്നിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.